Sorry, I don't provide instrumentals here. But let me know if you like song lyrics inspired by the idea of travel adventure. Instrumentals here, but let me know. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ലാസ്റ്റ് വെക്കേഷൻ ഞങ്ങളൊരു 7 days ടൂർ പ്ലാൻ ചെയ്തായിരുന്നു. അതിന് ആദ്യം പോയത് ഞങ്ങൾ ജർമ്മനിയോട് ചേർന്ന് കിടക്കുന്ന ചെക്ക് റിപ്പബ്ലിക്കിലും പിന്നെ ഹംഗറിയിലുമാണ് പോയത്. ഏകദേശം നമുക്ക് 1500 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. കാറിന് തന്നെയാണ് പോയത്. അത്രയും ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ഞങ്ങൾ പ്രാഗിൽ, അതായത് ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു സ്ഥലമാണ് പ്രാഗിൽ ഒരു 2 days സ്റ്റേ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹംഗറിയും കണ്ടിരുന്നു. ഹംഗറിയിൽ ഓൾമോസ്റ്റ് 4 days ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 7 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ചെക്ക് റിപ്പബ്ലിക്കിലെത്തി. സാധാരണ ബുക്ക് ചെയ്യുന്ന ഹോട്ടലുകൾ സിറ്റിയിലാണെങ്കിലും ഈ പ്രാവശ്യം ഞങ്ങൾ ബുക്ക് ചെയ്തത് ഔട്ടർ സിറ്റിയിലാണ്. കാരണം മിക്ക ഹോട്ടലുകളും കാർ പാർക്കിംഗ് ഫ്രീ ആയിട്ടില്ലായിരുന്നു. ഞങ്ങളെടുത്ത റൂം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമായിരുന്നു. അതുമല്ല കാർ പാർക്കിങ്ങും ഉള്ളത് കൊണ്ടും ഈ റൂം പ്രിഫർ ചെയ്തു. ചെന്ന അന്ന് ദിവസം തന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു മെട്രോ ടിക്കറ്റ് എടുത്ത് സിറ്റി കാണാൻ ഇറങ്ങി. കാരണം സിറ്റികളിലേക്ക് കാറുമായി പോകുന്നത് അത്ര നല്ല ഒരു ഐഡിയ അല്ലെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ്. അതുമല്ല കുട്ടികൾക്ക് ട്രാവൽ ടിക്കറ്റൊക്കെ ഫ്രീ ആണ്. നമുക്കാണെങ്കിൽ 24 hours കാർഡ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. Instrumentals here, but let me know if you like song lyrics inspired by the idea of travel adventures. സിറ്റിയിലെത്തി ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ചാൾസ് ബ്രിഡ്ജ് കാണുക എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു മാർക്കറ്റ് കണ്ടത്. ആ മാർക്കറ്റിൽ കയറി കുറച്ച് നേരം അതിലെല്ലാം കറങ്ങി നടന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ സിറ്റി കൂടെയൊക്കെ കുറച്ച് നേരം കറങ്ങി നടന്ന ശേഷം ഞങ്ങൾ ചാൾസ് ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. അതിൻ്റെ തൊട്ടിപ്പുറത്തുണ്ടായിരുന്ന ചർച്ചിൽ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് വെളിയിൽ ഇറങ്ങി. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈവനിങ് ആയതുകൊണ്ട് ഫുൾ ആൾക്കാരായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പ്രാഗിലെ ഏറ്റവും ഫേമസ് ആയ ചിമ്മിനി കേക്ക് കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ്. അവിടെ ചെന്നൊരു 4 ചിമ്മിനി കേക്ക് മേടിച്ച് കഴിച്ച് കുറച്ച് നേരം സിറ്റി കൂടെയൊക്കെ കറങ്ങിയിട്ട് നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി. ഇന്ന് ഞങ്ങളുടെ പ്രാഗിലെ 2ാമത്തെ ദിവസമാണ്. രാവിലെ സിറ്റിയിലേക്കുള്ള യാത്രയാണ്. രാവിലെ ചെറിയൊരു മഴ പെയ്തുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നേരെ ഞങ്ങൾ പോകുന്നത് പ്രാഗിലെ കാസിൽ കാണാൻ വേണ്ടിയാണ്. സൺഡേ ആയതുകൊണ്ട് പൊതുവെ നല്ല തിരക്കാണ്. ഞങ്ങൾ ട്രാമിലാണ് പോയത്. ബസ്സിലും വേണേൽ പോകാം. ആദ്യമായിട്ടാണ് ട്രാമിൽ യാത്ര ചെയ്യുന്നത്. നല്ലൊരു രസമുള്ള പരിപാടിയാണ് ട്രാമിൽ യാത്ര കേട്ടോ. റോഡിന് നടുക്കൂടിയാണ് ട്രാമൊക്കെ പോകുന്നത്. സൺഡേയിലെ തിരക്ക് നല്ലോണം അറിയാനുണ്ട്. കാസിലിൽ നല്ല ക്യൂ നിന്നിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറിയത്. കാസിൽ നല്ല ഭംഗിയാണ് കാണാനെങ്കിലും കുട്ടികൾക്ക് അത്ര അങ്ങോട്ട് എൻജോയ്മെൻ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്ത് തൊട്ടപ്പുറത്തുള്ള കാസിലിൻ്റെ അടുത്തുള്ള ടവറിൽ കയറിയേക്കാന്ന്. ടവർ നല്ല ഉയരത്തിലാണ് കേട്ടോ. ഒത്തിരി സ്റ്റെപ്പുകൾ നമ്മൾ കയറി മുകളിൽ വേണം ചെല്ലാൻ. ഇടയ്ക്ക് കാർഡിയക്ക് അറസ്റ്റ് വരുമെന്ന് തോന്നി പോലും. അതുപോലെ ഉയരത്തിലാണ്. ഉയരത്തിലെത്തിയപ്പോഴാണ് ദിച്ചൂടനൊക്കെ നല്ല സന്തോഷമായി. അവിടെ നിന്ന് നമുക്ക് പ്രാഗ് സിറ്റി ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. ടവറിൻ്റെ ഉയരം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ താഴേക്ക് നോക്കിയാൽ മതി. ആൾക്കാരൊക്കെ ചെറുതായിട്ട് കാണാൻ സാധിക്കും. ആ കാണുന്നതാണ് ചാൾസ് ബ്രിഡ്ജ്. ഇന്നലെ നമ്മൾ പോയ സ്ഥലങ്ങളാണ്. എങ്കിലും നല്ല രസം. തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ ചെറിയ ഷോപ്പ് കണ്ടു. അവിടെ കയറി കുട്ടികൾക്ക് 2 പൊട്ടറ്റോ ടൊർണാഡോയും ഞാൻ പിന്നെ ഒരു ഹോട്ട് ഡോഗും മേടിച്ചു. ഹോട്ട് ഡോഗിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ജർമ്മനിയിൽ കഴിക്കുന്ന ഹോട്ട് ഡോഗിനെ അപേക്ഷിച്ചിട്ട് വേറൊരു ടേസ്റ്റ് ഫീൽ ചെയ്തു. സംഭവം കൊള്ളാം, അടിപൊളിയായിരുന്നു. പിന്നെ
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ്. ഷോപ്പിംഗ് സെൻറ്ററിൽ ചെന്നപ്പോൾ തന്നെ കണ്ടത് കുറേ ബ്രെഡുകളാണ്. ജർമ്മനിയിൽ ഇഷ്ടംപോലെ ബ്രെഡുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ബ്രെഡ് പലതരത്തിലുള്ളത് ഒന്നിച്ചൊരു ഷോപ്പിംഗ് സെൻറ്ററിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. സംഭവം എന്നാലും നല്ല രസമായിട്ട് തോന്നി. അവിടെ നിന്ന് തന്നെ ഞങ്ങൾ നേരെ KFCയും കഴിച്ച് നേരെ ഹോട്ടൽ റൂമിലേക്കാണ് പോയത്. അങ്ങനെ 2 ദിവസത്തെ പ്രാഗിലെ കറക്കത്തിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഹംഗറിയിലേക്കാണ്. ബുഡാപെസ്റ്റ് എന്നൊരു സ്ഥലത്തേക്കാണ് പോയത്. ഏകദേശം പ്രാഗിൽ നിന്ന് 6 hours നമുക്ക് കാറിൽ ട്രാവൽ ചെയ്യണമായിരുന്നു. ഇവിടുത്തെ ഹോട്ടലിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നല്ല കാം ആൻഡ് ക്വയറ്റ്, നല്ലൊരു ഫോറസ്റ്റ് ഏരിയയിലാണ്. വില്ല ടൈപ്പ് മോഡൽസാണ് ഇവിടെയുള്ള റൂംസ് എല്ലാം. നമ്മളെ കൂടാതെ തന്നെ ഒരു 3 ഫാമിലിയും കൂടെ ജോയിൻ ചെയ്തായിരുന്നു. ഒരാൾ ഹനോവറിൽ നിന്നും 2 ഫാമിലി ഫ്രാങ്ക്ഫർട്ടിൽ നിന്നാണ്. ഓരോ വില്ലയുടെയും മുന്നിൽ തന്നെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. എല്ലാവരും സെപ്പറേറ്റ് വില്ല ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സിറ്റിയിൽ നിന്ന് മാറി ആയതുകൊണ്ടും ഇവിടെ എത്തിപ്പെടാൻ വേണ്ടി ബസ് റൂട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇവിടുത്തെ റൂംസ് ഒന്നും വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലായിരുന്നു. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫുള്ള് തടി കൊണ്ട് തന്നെയാണ്. നല്ല ഫെസിലിറ്റീസാണ്. അകത്തൊരു വോൺ സിമ്മറും ഒരു ഷ്ലാഫ് സിമ്മറും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കിച്ചൺ ഉൾപ്പെടെയുള്ള ഒരു റൂമാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടായി കഴിക്കുകയും ചെയ്യായിരുന്നു. എപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ബാത്റൂമിനോട് കൂടെ തന്നെ നമുക്ക് ഒരു സൗണയും ഉണ്ടായിരുന്നു. ഇതിന് മുൻ സൈഡിൽ തന്നെ ഒരു ബാൽക്കണിയും അവിടെ നമുക്ക് അത്യാവശ്യം വേണം ഇരുന്ന് സംസാരിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ കുട്ടികൾക്കൊരു ചെറിയ പ്ലേ ഗ്രൗണ്ടും ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് കുട്ടികൾക്ക് നല്ല സന്തോഷമായി കേട്ടോ. അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയവരായി. ഇതുകൂടാതെ തന്നെ ഹോട്ടലിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂളും ഉണ്ടായിരുന്നു കേട്ടോ. ഔട്ട്ഡോർ സ്വിമ്മിംഗ് പൂൾ ക്ലോസ്ഡ് ആയിരുന്നു, കാരണം കുറച്ച് തണുപ്പായതുകൊണ്ട്. പിന്നെ നമ്മൾ തൊട്ടടുത്ത് പോയി ലിവിഡിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അത്യാവശ്യം നമുക്ക് കഞ്ഞിയും കറിക്ക് വെക്കാൻ വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാം മേടിച്ച് വന്ന ശേഷം എല്ലാവരും കൂടി ഒന്നുകൂടി ഒത്തുകൂടി. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടെ വന്ന ആൾക്കാർ. അന്ന് തന്നെയായിരുന്നു നമ്മുടെ മോനൂട്ടൻ്റെ ബർത്ത്ഡേ. എന്നാൽ പിന്നെ നമ്മൾ കിട്ടിയ ഒരു കേക്കൊക്കെ തട്ടിക്കൂട്ടി ഞങ്ങൾ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. വിത്ത് ബ്രേക്ക്ഫാസ്റ്റുള്ള ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ മിക്ക ഹോട്ടലും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രെഡും പിന്നെ കൂടെ കുറച്ച് സാധനങ്ങളും മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഉള്ള സാധനങ്ങളെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. രാവിലെ തന്നെ ഞങ്ങൾ ഈ പോകുന്നത് സിറ്റിയിലേക്കുള്ള യാത്രയാണ്. ഹോട്ടലിൽ നിന്ന് ഏകദേശം 1 kilometer നടന്നു വേണം നമുക്ക് സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി ബസ് കിട്ടണമെങ്കിൽ. പക്ഷെ നടന്നു പോകുന്നതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും ജോളിയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് രാവിലെ അങ്ങോട്ട് നടന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം 20 minutes നമുക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിറ്റി സെൻറ്ററിൽ എത്താം. സിറ്റിയിലെത്തി ഞങ്ങൾ ആദ്യം പോയത് പാലസ് ബിൽഡിങ്ങിലേക്കാണ്. അവിടെ ഹംഗേറിയൻ സോൾജേഴ്സിൻ്റെ ഒരു ചെറിയ പരേഡും ഉണ്ടായിരുന്നു. കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഡനൂബ് റിവറും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബ്രിഡ്ജസും എല്ലാം കാണാൻ സാധിക്കും. ഇതുകൂടാതെ തന്നെ അവിടെയുള്ള മ്യൂസിയവും നാഷണൽ ഗാലറിയും ഞങ്ങൾ വിസിറ്റ് ചെയ്തായിരുന്നു. Instrumentals here, but let me know if you like song lyrics inspired by the idea of travel adventures. ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിലും ഒത്തിരി കൺസ്ട്രക്ഷൻസ് ഒക്കെ നടന്നു വരുന്നതേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോയത് മാത്യാസ് ചർച്ചിലേക്കും ഫിഷർമാൻ ബാസ്റ്റണിലേക്കുമാണ്. I don't provide instrumentals here, but let me know if you like song lyrics inspired by the idea. ഈ കാണുന്നതാണ് ഹംഗേറിയൻ പാർലമെൻറ്റ് ബിൽഡിങ്. അവിടെയാണ് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാം ഭയങ്കര എൻജോയ് ചെയ്യാണ്. അവരുടെ പ്രായത്തിലുള്ള കുറേ കുട്ടികളെ കിട്ടിയോണ്ട് തിച്ചൂട്ടനും ജാനൂട്ടിയൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു.
സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഒത്തിരി ആൾക്കാരെ ഈ ധനൂബ് റിവറിലേക്ക് വെടിവെച്ച് കൊന്നിട്ട ചരിത്രമുണ്ട്. അവരെ വെടിവെച്ച് കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ ബിലോങ്ങിങ്സ് എല്ലാം ഈ കരയിൽ ഊരി വെക്കുകയും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒത്തിരി ഷൂസുകൾ ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. Let me know if you like song lyrics inspired by the idea of travel adventures. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് സെയിൻറ്റ് സ്റ്റെഫൻസ് ബസിലിക്കയിലേക്കാണ്. I don't provide instrumentals here, but let me know if you like song lyrics inspired by the idea of travel adventures. ഉച്ചയായതോടുകൂടി എല്ലാവർക്കും വിശപ്പായി തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്. എങ്കിൽ പിന്നെ അവിടെ കയറി ഫുഡ് കഴിച്ചേക്കാമെന്ന് ഓർത്ത് അവിടുന്ന് ഫുഡ് കഴിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഗ്രാൻഡ് മാർക്കറ്റ് ഹാളിലേക്കാണ്. ഒരു പഴയ മാർക്കറ്റാണ്, ഇഷ്ടംപോലെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരുന്നു. Instrumentals here, but let me know if you like song lyrics inspired by the idea of travel adventures. മാർക്കറ്റിനോട് ചേർന്ന് കാണുന്ന ഈ ബ്രിഡ്ജാണ് ലിബർട്ടി ബ്രിഡ്ജ്. ഇതൊരു പച്ച കളറിലാണ് ഇതിന് പെയിൻ്റ് അടിച്ചേക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഈ ബ്രിഡ്ജിലൂടെ ട്രാമുകളൊക്കെ പോകുന്നത് കാണാം. അങ്ങനെ പകൽ മുഴുവൻ നടത്തമൊക്കെ കഴിഞ്ഞ് ബ്രിഡ്ജും പാലസും ഒക്കെ കണ്ട് കുട്ടികൾക്കൊക്കെ മടുപ്പായി തുടങ്ങി നടന്നു വരുമ്പോഴാണ് അങ്ങ് ദൂരത്ത് നമ്മുടെ അമ്പലപ്പുറമിൽ കാണുന്നത് പോലെ തന്നെയുള്ള തൊട്ടിയാട്ടം കണ്ടത്. പിന്നെ അകത്തെ കയറണമെന്നായി എല്ലാവർക്കും. അകത്തെ കയറിയെങ്കിലും അത്ര വലിയ സ്പീഡൊന്നും ഇല്ലായിരുന്നു. എങ്കിലും കുട്ടികൾക്കൊക്കെ സന്തോഷമായി. വൈകുന്നേരമായപ്പോൾ ഞങ്ങളൊരു ചെറിയ ബോട്ടിലൂടെ നടത്തി. ഏകദേശം 1 അവർ ഉണ്ടായിരുന്നു ബോട്ടിങ്. നമ്മൾ പകൽ കണ്ട ധനൂബ് റിവറിലൂടെയാണ് ബോട്ടിങ്. ഏറ്റവും മനോഹരമായ ബോട്ടിങ്ങിൽ എനിക്ക് തോന്നിയത് ആ പാർലമെൻറ്റ് മന്ദിരമാണ്. രാത്രി ലൈറ്റ് ഇട്ട് കണ്ടുള്ള പാർലമെൻറ്റ് മന്ദിരം കാണാൻ നല്ല ഭംഗിയാണ്. അതിമനോഹരം എന്ന് തന്നെ വേണം പറയാൻ. ഹോട്ടലിൽ തന്നെയുള്ള ഇൻഡോർ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് സ്വിമ്മിങ് ചെയ്യാനുള്ള നല്ല സൗകര്യം ഉണ്ടായിരുന്നു. കൂടുതൽ സമയം ഞങ്ങൾ ഇൻഡോർ സ്വിമ്മിംഗ് പൂളിൽ ചിലവഴിച്ചായിരുന്നു. പിന്നെ ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾ കുട്ടികളെയും കൂട്ടി ഒരു പാർക്കിലേക്ക് പോയി. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ എന്നോർത്താണ് പാർക്കിലേക്ക് പോയത്. പാർക്കിൽ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി. നല്ല സൗകര്യമുള്ള പാർക്കായിരുന്നു. ഒത്തിരി നേരം, ഏകദേശം ഒരു 3-4 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. Sorry, I don't provide instrumentals here, but let me know if you'd like song lyrics inspired by the idea of travel adventures. Sorry, I don't provide instrumentals. ഇതുകൂടാതെ തന്നെ ഞങ്ങൾ പാർക്കിനോട് ചേർന്നുള്ള ഒരു മ്യൂസിയം ഓഫ് എത്നോഗ്രാഫി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടായിരുന്നു. അവിടെയും കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് ഹോട്ടലിലേക്ക് പോയത്. Travel adventures.
ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബിൻസിയേട്ടൻ്റെ മോനെ റുബിൻ സ്കൂബ് കളിക്കാരനാണ് കേട്ടോ. അവൻ അന്ന് മുതൽ പറയുന്നുണ്ട് എനിക്ക് റുബിൻ സ്കൂബ് വേണമെന്നും ഹംഗറിക്കാരനാണ് റുബിൻ സ്കൂബ് കണ്ടുപിടിച്ചതെന്നും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹംഗറിയിൽ നിന്നൊരു ഷോപ്പിൽ ചെന്ന് റുബിൻ സ്കൂബ് മേടിച്ചു. ഇവിടെയാണ് ഏറ്റവും നല്ല റുബിൻ സ്കൂബ് കിട്ടുന്നതാണ് അവൻ പറയുന്നത്. അവരെ മേടിക്കുന്ന കൂടെ ജാനൂട്ടിയും തെച്ചൂട്ടനും ഓരോ റുബിൻ സ്കൂബ് അങ്ങനെ സ്വന്തമാക്കി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഷെറിൻ ചേച്ചിയുടെ ആഗ്രഹപ്രകാരം ഒരു ചിമ്മിനി കേക്ക് കടയിലേക്കാണ്. അവിടെ ചെന്ന് 2 ചിമ്മിനി കേക്ക് മേടിക്കുകയും ചെയ്തു. സംഭവം നമ്മുടെ പ്രാഗിനത്ര ഒന്നും സെറ്റപ്പൊന്നും അല്ല, എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ തെച്ചൂട്ടൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാകും അവൻ വലുതായിട്ട് ഇഷ്ടപ്പെട്ടു പോലുമില്ല. അങ്ങനെ ഞങ്ങളുടെ 7 ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒത്തിരി നല്ല ഓർമ്മകളുമായി വീണ്ടും ഹോട്ടൽ റൂമിലേക്ക്. രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഏകദേശം 14 മണിക്കൂർ ട്രാവൽ ചെയ്താണ് ഞങ്ങളുടെ വീട്ടിലെത്തിയത്. 14 മണിക്കൂർ എന്നുള്ളത് കുറച്ചുകൂടെ നീണ്ടുപോയായിരുന്നു, ഇടയ്ക്കൊക്കെ മഴയൊക്കെ പെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.